സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാമ അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പറയണേ, ഇന്നിവളുടെ അമ്മയെന്നുള്ള വിളിയിലായിരുന്നെങ്കിൽ ആ നിമിഷം അവസാനിച്ചേനെ ഈ ഷാമയുടെ ജീവിതം. മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ മോളെന്നെ പിടിച്ചുകൊണ്ട് വന്നത്, അത് ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മോളെ സ്നേഹിക്കാനായിട്ടാണ്. ഷാമയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് ഞെട്ടലോട് കൂടി രാധിക അവിടെ നിന്നും പോകുവാണ്. എന്നിട്ട് നേരെ അമൃതയുടെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് അമൃതയോട് ചോദിക്കണേ, ഞാനിന്ന് അവിടെ ക്ഷേത്രത്തിൽ ചെന്നില്ലായിരുന്നെങ്കിൽ അമ്മ ജീവൻ അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചത്. മാഡത്തിന് അതിനെക്കുറിച്ചുള്ള അറിയോ? അന്നേരം അമൃത പറയണേ, എൻ്റെ ഊഹവും അങ്ങനെ തന്നെയായിരുന്നു മോളെ. അതുകൊണ്ടാണ് എന്നെ പോലും കൂട്ടാതെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്. അതും തറവാട്ട് ക്ഷേത്രത്തിലേക്ക് തന്നെ പോയത്. അത് ക്ഷാമ മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അതെനിക്ക് യാതൊരു സംശയവുമില്ല. മോൾക്ക് വേണ്ടിയല്ലേ ഷാമ ഇത്രയും നാൾ ജീവിച്ചത്. അങ്ങനെയുള്ള മോള് തന്നെ തള്ളിപ്പറയുമ്പോൾ പിന്നെ ഷാമ എന്തിനാണ് ജീവിച്ചിരിക്കണമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ ഷാമ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം രാധിക ഷാമയുടെ അരികിലേക്ക് ചെല്ലുക. അമ്മേ, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അമ്മ ജീവൻ അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചത്. അന്നേരം ഷാമ പറയണേ, എൻ്റെ മോളുടെ വളർച്ചയും കളിച്ചിരിയും ഒന്നും കൺമുമ്പിൽ കാണാൻ പറ്റാതെ പോയൊരമ്മയാണ് ഞാൻ. ഇത്രയും നാൾ ഞാൻ ജീവനോട് ഇരുന്നത് തന്നെ എന്തെങ്കിലും നിന്നെ തേടി കണ്ടെത്തുമെന്നും നിന്നെ നെഞ്ചോട് ചേർക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അങ്ങനെ നിന്നെ കണ്ടെത്തിയപ്പോൾ നീ എന്നെ തള്ളി പറഞ്ഞു പോയപ്പോൾ പിന്നെ എന്തിന് ഞാൻ ജീവിച്ചിരിക്കണമെന്ന് തോന്നി. സത്യം പറയാലോ, മോളെന്നെ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കരുതിക്കൊണ്ട് തന്നെയായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ മോളുടെ ആ വിളിയിൽ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ മോളെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക്. ഈ സമയം രാധിക കരഞ്ഞുകൊണ്ട് അമ്മേനെ നെഞ്ചോട് തീർക്കണേ, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയെ വിട്ട് പോകില്ല. അമ്മയും എന്നെ വിട്ട് ഒരിക്കലും പോകരുത്. എൻ്റെ കൂടെ ഉണ്ടാവണമെന്നും അമ്മയുടെ ഈ സ്നേഹം എനിക്കെന്നും അനുഭവിക്കണം. അങ്ങനെ പറഞ്ഞ് രാധിക ഷാമേനെ നെഞ്ചോട് ചേർക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വരനോട് നടന്ന കാര്യങ്ങളെല്ലാം പരമേശ്വരനോടും പത്മിനിയോടും പിന്നെ മുത്തശ്ശിയോടും അതുപോലെ കൽപ്പനയോടും ഉർവശിയോടും ഒക്കെ പറയണേട്ടോ. അതെല്ലാം കേട്ട് കണ്ണും തള്ളി വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയൊക്കെ. ഈ സമയം പരമേശ്വരൻ പറയുന്നുണ്ട്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇത് വളരെ അഭിമാനമുള്ള നിമിഷമാണ്. നമ്മുടെ വീട്ടിലെ കുട്ടിയായ രാധിക ഷാമയെ പോലെ വലിയൊരു ഗായികയുടെ മകളാണ്. അത് നമുക്കും കൂടി അഭിമാനിക്കാവുന്ന കാര്യമാണല്ലോ. അതൊരിക്കലും ഷാമയുടെ പണമോ സമ്പത്തോ അതൊന്നും കണ്ടുകൊണ്ടല്ല. ഷാമയെപ്പോലെ അത്രയും നല്ല മനസ്സുള്ള ഒരാളുടെ മകൾ. അതുപോലെ ഷാമയുടെ പാരമ്പര്യവും രാധിക പല സന്ദർഭങ്ങളിലും കാണിച്ചിട്ടുമുണ്ടല്ലോ. അവളുടെ ആ പെരുമാറ്റത്തിലും അച്ചടക്കത്തിലുമൊക്കെ നമ്മൾ എത്രയോ തവണ അത്ഭുതപ്പെട്ടു പോയതാണ്. അതെല്ലാം അവളുടെ അമ്മയുടെ ഗുണം തന്നെയാണ്. അങ്ങനെയുള്ളൊരു കുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയത് അത് നമ്മുടെ മഹാഭാഗ്യം തന്നെയാണ്. ഈ സമയം പത്മിനി പറയണേ, അതെ, എത്രയോ നാൾ തൻ്റെ അമ്മ ആരാണെന്നറിയാതെ ആ കുട്ടി ഒത്തിരിയധികം വിഷമിച്ചിട്ടുണ്ട്. പലരും അതിൻ്റെ പേരിൽ അവൾ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ചിലർ ഇവിടെ തന്നെ ഇല്ലേ? ഈ സമയം പറയണേ, ഇനി എന്താണെങ്കിലും ആരും ആ പേരും പറഞ്ഞ് എൻ്റെ രാധികയെ വേദനിപ്പിക്കാൻ വരില്ലല്ലോ. ഇനി അഥവാ വന്നാൽ തന്നെ അവരുടെ നാവ് എങ്ങനെ അടപ്പിക്കണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഈ സമയം ഉർവശി ചോദിക്കണേ, അല്ലമ്മേ, എനിക്കൊരു സംശയം. ആ, തോന്നി, നീ എന്താ സംശയം ചോദിക്കാത്തതെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. എന്താ നിൻ്റെ സംശയം എന്ന് മുത്തശ്ശി ചോദിക്കുക. ഈ സമയം ഉർവശി പറയണേ, അല്ല, ഇതിപ്പോൾ രാധിക തന്നെയാണ് ഷാമയുടെ മകളെന്ന് തെളിയിക്കാനായിട്ടുള്ള വേറെ തെളിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ. രൂപസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഈ സമയം കൽപ്പന പറയണേ, അതാ ചെറിയമ്മേ എനിക്കും പറയാനുള്ളത്. ഒരേപോലെ ഇരിക്കുവാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഈ കാര്യം അവരുടെ മനസ്സിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിച്ചു കൊടുത്തു. അല്ലാതെ ഇത് സത്യമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക? ഈ സമയം മുത്തശ്ശി പറയണേ, എടി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പ്രശ്നം എന്നറിയോ? ഈ അസൂയാണ്. ഇത്രയും നാളും നിങ്ങൾക്ക് രാധികയെ കുത്തി നോവിക്കാനായിട്ട് ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ. രാധികയ്ക്ക് അച്ഛനും അമ്മയില്ല, നിങ്ങൾക്ക് അച്ഛനും അമ്മയുണ്ട്. എന്നാലിപ്പോൾ അങ്ങനെയല്ല. രാധികയെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഉയരത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഷാമയെപ്പോലെ അത്രയും പ്രശസ്തിയായ ഒരു ഗായികയുടെ മകളാണ് രാധിക എന്നറിഞ്ഞിട്ട് രണ്ടിനും അസൂയ കൊണ്ട് ഇരിക്കെ പൊറുതിയില്ല. അതാണ് നിനക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത്. നിങ്ങളെ ഇനി എന്ത് തന്നെ ചെയ്തിട്ടും വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല പരമേശ്വര, ഇവറ്റകളുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുക്കണോ അതോ നീ കൊടുക്കുമോ? അന്നേരം പരമേശ്വരൻ പറയണേ, ഇവരോടൊക്കെ ഇനി എത്ര പറഞ്ഞാലും ഇവരുടെ തലയിലൊന്നും കയറുമെന്ന് തോന്നുന്നില്ല മേം. അല്ല, ഇനിയിപ്പോൾ രാധിക ഷാമയുടെ മകളാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? ഒന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. അന്നേരം രണ്ടുപേരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പരമേശ്വരൻ പറയുന്നുണ്ട്, അമ്മേ, എന്താണെങ്കിലും രാധിക മോള് വരുമ്പോൾ അവൾക്ക് നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കണം. പിന്നെ അല്ലാതെ രാധിക മോള് വരട്ടെ, എന്നിട്ട് എങ്ങനെ ഈ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. അങ്ങനെ പറഞ്ഞ് എല്ലാവരും രാധികയുടെ വരവിനായിട്ട് കാത്തിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഷാമയുടെ വീടാണ് കേട്ടോ. അവിടെ ആരതി കാറിൽ ഷാമയുടെ വീട്ടിലേക്ക് എത്തുവാണ്. വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും രാധിക വന്ന് ഡോർ തുറക്കുക. ആദ്യം തന്നെ ആരതിയെ കാണുമ്പോൾ സന്തോഷമാകുവാണ്. പെട്ടെന്ന് ആരതി തന്നെ ഇത്രയും നല്ല പറ്റിച്ച് തുറത്ത് മുഖമൊക്കെ മാറുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കണേ, ആ, ഇതാര്? വക്കീൽ മാഡോ? മാഡോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഫിദ മാഡത്തെ കാണാനാണോ?
ആണെങ്കിൽ ഫിദാമ്മയുടെ ഇപ്പോൾ ഇവിടെ ഇല്ല. ആണോ? പിന്നെ ഇപ്പോൾ ഇവിടെ ആരാ താമസിക്കുന്നത് എന്ന് അടുത്ത് ചോദിക്കുക. അന്നേരം രാധിക പറയണേ, ഇവിടെ ഗായിക ശ്യാമ മേഡം ഉണ്ട്, പിന്നെ ശ്യാമ മേഡത്തിൻ്റെ മകളായ രാധിക എന്നീ ഞാനും ഉണ്ട്. അത് കേട്ടിട്ട് ആരത് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വരണേ. ആഹാ, കൊള്ളാലോ. പിന്നെ ഇല്ലാതെ ഇത്രയും നാൾ എല്ലാവരും കൂടി ചേർന്നില്ല പറ്റിച്ചില്ലേ? എന്തൊക്കെ ആയിരുന്നു? മാഡം എന്ന് വിളിക്കുന്നു. സ്വന്തം ചെറിയമ്മയായിട്ട് എങ്ങനെയൊക്കെ എൻ്റെ മുമ്പിൽ അഭിനയിച്ചത്? ഈ സമയം ആരതി പറയണേ, അത് പിന്നെ നിനക്കന്നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നീ ഉൾക്കൊള്ളുമായിരുന്നു. അതിനുവേണ്ടി നിൻ്റെ അമ്മ അത്രയൊക്കെ വേഷം കിട്ടുന്നു. അപ്പം പിന്നെ ഞാനും ചെറിയ രീതിയിലെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ? ഇപ്പം എന്താണെങ്കിലും എല്ലാം കലങ്ങി തെറിഞ്ഞില്ലേ? എല്ലാ കാര്യങ്ങളും നിനക്കിപ്പോൾ അറിയാലോ. ഇതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളെല്ലാവരും കാത്തിരുന്നത്. ഈ സമയം ശ്യാമ അമൃതയൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അന്നേരം രാധിക പറയണേ, ദേ കൂടെയുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടല്ലോ, വാ. ചെറിയമേ, ഇപ്പോൾ ഇവൾ ആകെ അങ്ങ് സ്മാർട്ടായല്ലോ. ഇതാണ് അമ്മയും മോളും കൂടി തിരിച്ചറിഞ്ഞാലുള്ള ഗുണം. ഈ സമയം ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ ഈ സന്തോഷങ്ങൾക്കെല്ലാം കാരണം നീ മോളെ. നീ തന്നെയാണ് എന്നിട്ട് മോളെ ഒത്തുചേർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ സമയം ആരതി പറയണേ, അങ്ങനെ അമ്മയും മോളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അമ്മയും മോളും ഒന്നിച്ചില്ലേ? ഇനി ഇതുപോലെ രാധികയുടെ തലക്ക് മുകളിൽ നിൽക്കുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ. പ്രിയങ്കയും സുകുമാരിയും കൂടി ഒരുക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അതിനൊരു പരിഹാരം വേണ്ടേ? അതിനൊരു പരിഹാരത്തിനുള്ള വഴി എൻ്റെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രിയങ്കയുടെയും സുകുമാരിയുടെ അവസ്ഥ വളരെ മോശമാണ്. ജയിലിൽ അവർ കിടന്ന് നരകിക്കുക. അവരെ പുറത്തിറക്കാനായിട്ട് ആരുമില്ല. ഈ അവസരം മുതലെടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പ്രിയങ്കയെ വരുണിൻ്റെ രാധികയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നീക്കാനുള്ളൊരു പ്ലാൻ. അവരെ പുറത്തിറക്കാമെന്നും പിന്നെ കുറച്ച് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്നും പറഞ്ഞ് അവരെ കൊണ്ട് വരുണിൻ്റെ രാധികയുടെ ജീവിതത്തിൽ നിന്നുള്ള ശല്യം എന്നേക്കുമായിട്ട് നീക്കണം. ഈ ഒരു സന്ദർഭത്തിൽ അവരെങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം എന്നാരും ആഗ്രഹിക്കുന്നത്. പിന്നെ പണമെന്ന് കേട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി അലച്ചടിച്ച് വീഴുമല്ലോ. അപ്പോൾ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്നേരം രാധിക പറയണേ, അതൊന്നും വേണ്ട. ഇതിനു മുമ്പും അവളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് വരുൺ കോടിക്കണക്കിന് രൂപ കൊടുത്തതാ. പക്ഷേ അതെല്ലാം വാങ്ങിച്ചിട്ട് അവൾ കാലുമാറി. അതുകൊണ്ട് പണം കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയം ആരതി പറയണേ, ഇതേ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഡീൽ തയ്യാറാക്കാൻ പോകുന്നത് ഞാനാണ്. എന്നെ ചതിക്കാൻ നോക്കിയാൽ അതിനെങ്ങനെ പ്രതിരോധിക്കണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാൻ രാധികയും. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാന്നേ. ചെറിയമ്മക്ക് തൻ്റെ മോളെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവൾ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നില്ല എന്ന് ഉറപ്പിക്കണ്ടേ? അതല്ലേ ചെറിയമ്മയുടെ ആശ്വാസം. ഈ സമയം ശ്യാമ പറയണേ, അത് തന്നെയാണ് എനിക്ക് സമാധാനം. മോളെ, ആരതി പറയുന്നത് പോലെ നമുക്കൊന്ന് ചെയ്യാമെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ കൃഷ്ണൻ എല്ലാ വിധത്തിലും എന്നെ അനുഗ്രഹിച്ച ദിവസമാണ്. ഇന്നത്തെ ഈ ദിവസം തന്നെയല്ലേ ആരതിയുടെ മനസ്സിൽ ഈ ഒരു ചിന്തയും തോന്നിയത്. അത് ചിലപ്പോൾ ഭഗവാൻ കണ്ണനായിട്ട് തന്നെ തോന്നിച്ചതാണെങ്കിലോ? എന്താണെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാനേ. ആ പ്രശ്നവും കൂടി അങ്ങ് തീരുവാണെങ്കിൽ പിന്നെ എൻ്റെ മോൾക്ക് സമാധാനത്തോടെ വരുണിൻ്റെ കൂടെ ജീവിക്കാമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും മുത്തശ്ശിയും പരമേശ്വരനും പത്മിനിയും എല്ലാവരും പുറത്ത് രാധികയും ശ്യാമയും കൂടി വരുന്നത് കാത്ത് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അവിടെ ശ്യാമയുടെ കാർത്തുവാണ്. അങ്ങനെ കാറിൽ നിന്നും രാധിക പുറത്തിറങ്ങുവാണ്. കൂടെ ശ്യാമയും. രാധിക അങ്ങനെ ശ്യാമയും പിടിച്ചുകൊണ്ട് കണിമംഗലത്തെ അവരുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തുവാണ്. ഈ സമയം രണ്ടുപേരെയും ഒന്നിച്ച് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. അതുതന്നെ ശ്യാമ ചോദിക്കണേ, എന്തുപറ്റി? എന്താ എല്ലാവരും മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? അന്നേരം പരമേശ്വരൻ പറയണേ, അത് പിന്നെ വീട്ടിലെ വിശിഷ്ടമായിട്ടുള്ള 2 അതിഥികൾ വരുമല്ലേ, അപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ പുറത്ത് തന്നെ ഉണ്ടാവേണ്ടേ. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. എൻ്റെ മോളെ കാണാനും അവളെ സ്നേഹിക്കാനും അങ്ങനെ ഒരു വേഷം അന്നേരം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ്. ആരും ഒന്നും വിചാരിക്കല്ലേ. അന്നേരം പത്മിനി വരണേ, അതിന് നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ 2 പേരുണ്ട്. അന്നേരം വരുൺ പറയണേ, എനിക്ക് ഫിദ മാഡം തന്നെയാണ് ശ്യാമ മാഡം എന്ന് സംശയം തോന്നിയ അതേ ദിവസം തന്നെ ഞാൻ ആദ്യം ഈ കാര്യം പറഞ്ഞത് മുത്തശ്ശിയോടാണ്. പിന്നെ ഞങ്ങൾ 2 പേരും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതിനുശേഷം ഇപ്പോഴാ നിങ്ങൾ 2 പേരും ഒന്നിച്ചിരിക്കുന്നു. ഇതിന് വലിയൊരു കാഴ്ച ഞങ്ങൾക്കിനി എന്താ കാണാനുള്ളത്? സത്യം പറയാലോ, മനസ്സ് നിറഞ്ഞു മാഡം. അങ്ങനെ ശ്യാമേനെയും കുട്ടി എല്ലാവരും അകത്തേക്ക് പോകുവാണ്. അങ്ങനെ ഒരിത്തിരി സന്തോഷത്തോടെ പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഈ സമയം ശ്യാമ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ കുടുംബത്തോട് വളരെയധികം കടപ്പാടുണ്ട്. ഒന്നുമില്ലാതിരുന്നിട്ടും എൻ്റെ മോളെ നിങ്ങൾ നെഞ്ചോട് ചേർത്തില്ലേ? സ്വന്തം മോളെ പോലെ കണ്ട് അവളെ നിങ്ങൾ സ്നേഹിച്ചില്ലേ? രാധിക മോള് ഇവിടെയുള്ള എല്ലാവരെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്നോട് പറയുമായിരുന്നു. എത്ര സന്തോഷത്തോടെയാണെന്നാണ് എല്ലാവരെക്കുറിച്ചും അവൾ എന്നോട് പറയാറുള്ളത്. പരമേശ്വരൻ സാറിനെക്കുറിച്ച് കണിമംഗലത്തെ വരുണിൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം സ്വന്തം മകൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തിക്കൊടുത്ത് മകൻ്റെ കൂടെ ഒരു സുഹൃത്തിനെ പോലെ നിൽക്കുന്ന അച്ഛനെന്ന് പറയാനാണ്. എന്നിട്ട് പത്മിനിയുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, രാധിക മോള് ഫിദാമ്മയുടെ ഒരുക്കുന്ന സമയത്ത് എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്നത് അവളുടെ യശോദാമ്മയെക്കുറിച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും പറയുന്നത് ഈ അമ്മയെക്കുറിച്ചിട്ടാണ്.
പത്മിനിയെ കുറിച്ചിട്ടാണ്. അതൊക്കെ കേൾക്കുമ്പോൾ പത്മിനിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും കൂടി രാധികയുടെയും ക്ഷമയുടെയും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാണ്. അന്നേരം കൽപ്പന പറയണേണ്, ചെറിയമ്മേ, എന്താണെങ്കിലും ആളിപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ ഉയരത്തിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. നമ്മളിനി ഒന്ന് കളം മാറ്റി ചവിട്ടുന്നതാണ് നല്ലത്. അവളോടിനി എതിർത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾ തോറ്റു പോകുകയുള്ളൂ. തൽക്കാലം നമുക്ക് അവളുടെ കൂടെ നിൽക്കാം, അതാണ് ഇവിടുത്തെ നിലനിൽപ്പിന് നമുക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗൗതവുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന ഉർവശീനെയാണ്. അന്നേരം ഉർവശി ശ്യാമയും രാധികയും കൂടി വീട്ടിൽ വന്ന കാര്യവും അവരെ പരമേശ്വരനും ബാക്കി വീട്ടിലുള്ള എല്ലാവരും കൂടി സ്വീകരിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതെല്ലാം കേട്ടിട്ട് ഗൗതം പറയണേ, അതിനൊക്കെ ഇപ്പോൾ എന്താ ഇത്ര വലിയ പ്രത്യേകത? രണ്ടുപേരെയും കാണാൻ ഒരുപോലെയാണല്ലോ, അതെല്ലാവരും പറയുന്ന കാര്യമല്ലേ. അതുമാത്രമല്ല, ഈ രാധിക പാട്ട് പാടുന്നതൊക്കെ കാരണം ആ ശ്യാമയെ പോലുള്ളവർക്കൊക്കെ അവൾ ഭയങ്കര കാര്യമായിരിക്കുമല്ലോ. ഈ സമയം ഉർവശി പറയണേ, അതിനെ അവർ ഒരേപോലെ ഇരിക്കുന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല ശ്യാമ അവളെ കാണാൻ വന്നത്. ശ്യാമ പ്രസവിച്ച മോളാണ് രാധിക. അത് കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാൻ കേട്ടോ ഗൗതം. അങ്ങനെ ഗൗതം അമ്മ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ബെഞ്ചമിനോടും പറയുന്നുണ്ട്. അതെ, രാധിക നമ്മൾ വിചാരിച്ചതുപോലെ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. അവളെ ആ ഗായകർ ശ്യാമയുടെ മകളാണ്. സത്യം പറഞ്ഞാൽ അവളിപ്പോൾ നമ്മൾ വിചാരിച്ചതിൻ്റെ വളരെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആ സത്യം തിരിച്ചറിയുന്നതും ബെഞ്ചമിനും ഒന്ന് ഷോക്കാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.